ഇനി സുഡാനിലേക്ക് വരികയാണെങ്കിൽ സുഡാനിലെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും വലിയ കലാപവും അതേപോലെ തന്നെ ആഭ്യന്തര യുദ്ധവും രൂക്ഷമായിരിക്കുകയാണ്. അൽഫാഷിർ നഗരത്തിൽ കുടുങ്ങിയിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ നിലനിൽക്കുന്നു. 1.5 ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും മരണത്തെ കാത്ത് കഴിയുകയാണ്. അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ പോലും വിച്ഛേദിച്ചിരിക്കുകയാണ്. ഇനി അൽ ഉബൈദ് നഗരം അതേപോലെ തന്നെ അൽഫാഷിർ നഗരത്തെ പോലെ തന്നെ അൽ ഉബൈദ് നഗരം കൂടി പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം രണ്ട് വിഭാഗവും RSFും അതേപോലെ തന്നെ സുഡാനിസ് ആംഡ് ഫോഴ്സും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അൽ ഉബൈദ് നഗരത്തിലാണ് ഇപ്പോൾ പുതിയ കൂട്ടക്കൊലകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ 40 പേർ ഒരു ശവസംസ്കാര ചടങ്ങ് നടക്കുന്നതിനിടയിൽ കൊല്ലപ്പെടുകയുണ്ടായി. അവിടെ RSFിന്റെ ആയുധങ്ങൾ വീണുകൊണ്ടാണ്, ഡ്രോൺ ആക്രമണത്തിലാണ് ഈ 40 പേരും കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ അൽഫാഷിർ നഗരത്തെ പോലെ തന്നെ അൽ ഉബൈദ് നഗരവും കൂടുതൽ ഭീകരമായിട്ടുള്ള കൂട്ടക്കൊലകൾ നേരിടാൻ പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അവിടേക്ക് ഈ സന്നദ്ധ സംഘങ്ങൾക്കോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സേനകൾക്കോ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. ഒരു താൽക്കാലികമായെങ്കിലും ഒരു വെടിനിർത്തണം അല്ലെങ്കിൽ അവിടേക്ക് പോകാനുള്ള അൽഫാഷിർ പോലെയുള്ള നഗരങ്ങളിലേക്ക്, ദാർഫൂറിൽ പോലെയുള്ള പ്രവിശ്യകളിലേക്ക് എല്ലാം എത്തിപ്പെടാനുള്ള ഒരു ഇടനാഴി, ഒരു ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ വേണം എന്നുള്ള ആവശ്യം പോലും ഇവർ രണ്ടു കൂട്ടരും അംഗീകരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അൽഫാഷിർ നഗരത്തെ പോലെ തന്നെ അൽ ഉബൈദ് നഗരവും അതേപോലെ ആവുകയാണെങ്കിൽ വലിയൊരു കൂട്ടക്കുരുതിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് സുഡാനിൽ ആഭ്യന്തര കലാപം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു. ഗസയിലാണെങ്കിൽ വെടിനിർത്തൽ ലംഘനവും പതിവായി.